ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിനും US-നും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ള വളരുന്നത് ഗസയേക്കാൾ ഹിസ്ബുള്ളയെ കൂടുതൽ ഭയക്കണമെന്ന തരത്തിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ലെബനിലെ തെക്കൻ പ്രദേശത്തുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി IDF ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ജൂലൈയിൽ തന്നെയോ അതല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന കണക്കുകൂട്ടലും നെതന്യാഹുവിൻ്റെ IDF-നുണ്ട്. അതിനു മുൻപായി ഹമാസുമായി ഒരു കരാറിലെത്തിയില്ലെങ്കിൽ അത് ബന്ദികളെ മുഴുവൻ കൊന്നെടുക്കാൻ കാരണമാകുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. സൗത്ത് ലെബനനിൽ നിന്നും നിരന്തരം റോക്കറ്റ് ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും കൂടാതെ ചെറിയ സൈനിക സംഘങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതും ഹിഫ, കിരിയത് ഷ്മോണ, മെറോൺ റേഡാർ തുടങ്ങിയ ഇസ്രായേലി അതിർത്തി പ്രദേശങ്ങളെ തീരെ സുരക്ഷിതമല്ലാതാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ഇറാനിൽ നിന്നും വളരെയധികം ആയുധങ്ങൾ ലഭിക്കുന്നത് അത്ര രഹസ്യവും സങ്കീർണമായ വഴികളിലൂടെ അല്ല എന്നാണ് IDF കുറ്റപ്പെടുത്തുന്നത്. ഇറാഖ്, സിറിയ, ലെബനോൻ തുടങ്ങിയ ഷിയ കോറിഡോർ വഴിയാണ് ഈ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ എത്തുന്നത്. ഇത് ഇറാനുമായിട്ടുണ്ടായ യുദ്ധം മൂലമുള്ള കുഴപ്പമാണ്. യുദ്ധം വലിയ അബദ്ധമായെന്ന പ്രചാരണം ഇസ്രായേലിന്റെ സൈനികർക്കിടയിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സൈനിക നേതൃത്വവും നെതന്യാഹുവുമായിട്ടുള്ള തർക്കങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇറാന്റെ ശക്തി അറിയാതെ അവരെ ഇസ്രായേൽ ആക്രമിച്ചത് അമേരിക്കയെ യുദ്ധത്തിലിറക്കാം എന്ന് കരുതിയാണ്. പക്ഷേ ട്രംപ് ഒരിക്കലും യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായില്ല. അതുകൊണ്ട് സംഭവിച്ചത് ഇറാന്റെ മേൽ യാതൊരുവിധ നിയന്ത്രണവും ഏർപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ അവരിപ്പോൾ സ്വതന്ത്രമായിരിക്കുകയാണ്. പ്രോക്സികളെ ഇറാൻ ഇപ്പോൾ കൂടുതൽ ആയുധങ്ങൾ അണിയിക്കുകയാണ്. ലെബനോനിൽ ഇറാൻ നടത്തിയ പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നാണ്. എന്നാൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് അവരെ ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഇസ്രായേലിന് മുന്നിലുള്ള ഏക വഴി ഹിസ്ബുള്ളയുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ആക്രമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ ഇസ്രായേൽ ലെബനോനിലെ ഹിസ്ബുള്ള പ്രദേശങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും കാർഗോ വിമാനങ്ങൾ വഴി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്നതായി ഈയിടെ ഇസ്രായേലി ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കാർഗോ വിമാനങ്ങൾ ദമാസ്കസ് വഴി ഹ്യൂമാനിറ്റൻ എയ്ഡ് എന്ന പേരിലാണ് ഹിസ്ബുള്ളയുടെ കൈവശം എത്തിച്ചേരുന്നത്. ഇതിനെ ഇസ്രായേലിന് ആക്രമിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിൽ 150,000-ലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ടെന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഈ ആയുധങ്ങളിൽ ഭൂരിപക്ഷം എത്തിയിട്ടുള്ളത് വലിയ വലിയ ട്രക്കുകൾ വഴിയാണ്. ട്രക്കുകളിലും ചരക്ക് വാഹനങ്ങളിലും സിവിലിയൻസ് യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലും ഒളിപ്പിച്ച് ഇവയെ ഇറാഖ്, സിറിയ വഴി ലെബനോനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചില വാഹനങ്ങൾക്ക് നേരെ ഇസ്രായേൽ പലതവണ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടും വലിയ കാര്യമായ പ്രയോജനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മരുന്നുകൾ, മെക്കാനിക്കൽ പാർട്സ്, മറ്റ് ചരക്കുകൾ തുടങ്ങി സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്ന വ്യാജേന എത്തുന്നതിനാൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാതെ ഇസ്രായേലിന് ഈ വാഹനങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾ നിർബാധം ഇങ്ങനെ കടന്നു വരുന്നത്. ഇതൊരിക്കലും പുറമേ നിന്ന് നോക്കിയാൽ ആയുധങ്ങൾ കടത്തുന്ന ഒരു വാഹനമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. കൂടാതെ കടൽ മാർഗവും ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ നിലവറകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കണ്ടെയ്നറുകളിൽ നിറച്ച ഷിപ്പ് കാർഗോ വഴിയാണ് ഇവ കടത്തുന്നതെന്ന് സംശയമുണ്ടെങ്കിലും IDF-ന് നിയന്ത്രണമില്ലാത്ത പോർട്ടുകളായതിനാൽ ഇത് തടയാൻ ഇസ്രായേലിന് കഴിയാറുമില്ല. ഹിസ്ബുള്ളയുടെ വളർച്ചയെ തടയാൻ ലെബനോൺ സർക്കാർ അശക്തരാണെന്ന് ഈ ഇസ്രായേലിന് അറിയാമെങ്കിൽ പോലും, സർക്കാർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ, സൗഹൃദത്തിലാണെങ്കിൽ പോലും ലെബനോനെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇസ്രായേലിന് ഇക്കഴിഞ്ഞ ദിവസം ലെബനോനോട് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ഇസ്രായേലും ലെബനോൺ സർക്കാരുമായി നല്ല സൗഹൃദത്തിൽ തന്നെയാണ്. എന്നാൽ ഈ സർക്കാരിന്റെ വിമത ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നത്. അവർ ഷിയാക്കളാണ്. അവർ ഈ സർക്കാരുമായി അത്ര രസത്തിലൊന്നുമല്ല. എന്നാൽ ഇവരെ ആക്രമിക്കാൻ ലെബനോൻ സർക്കാരിന് ആയുധമോ അതിനുള്ള ശക്തിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ തടയാൻ കഴിയില്ല. അവരും വലിയൊരു സൈനിക ശക്തിയാണ് ഈ ഹിസ്ബുള്ള എന്നത്. അതൊരു പക്ഷേ ലെബനോനിലെ സർക്കാരിനുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അത് പറയാൻ കാരണം ലെബനോൺ സർക്കാരിന് ഒരിക്കലും ഇസ്രായേലിനോട് അടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് അത് കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്ക് ലെബനോൺ സർക്കാരിനേക്കാൾ ശക്തി കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഇതിനൊക്കെ കാരണം ഇറാനാണ്. ഇറാൻ ഓരോ വർഷവും ഏതാണ്ട് 700 മുതൽ 900 മില്യൺ ഡോളർ വരെയാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നതെന്നാണ് US ഇന്റലിജൻസിന്റെ കണക്കുള്ളത്. ഈ പണമാണ് ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരുടെ സംരക്ഷണത്തിനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു പ്രചാരണങ്ങൾക്കും സൈനിക കമാൻഡർമാർക്കും സൈനികർക്കുമുള്ള ശമ്പളത്തിനുമായൊക്കെ അവർ ഉപയോഗിക്കുന്നത്. ഇസ്രായേലുമായി ഹിസ്ബുള്ള കഴിഞ്ഞ വർഷം നടത്തിയ വെടിനിർത്തലിന് ശേഷം വീടുകൾ നഷ്ടപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും വൻതോതിൽ ഹിസ്ബുള്ള പണം കൊടുത്തിരുന്നു എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇറാനിൽ നിന്നും ഇതുപോലെ വന്ന ഫണ്ടാണ്.
യുദ്ധത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതും ഈ സൈനിക കമാൻഡർമാർക്കും സൈനികർക്കുമെല്ലാം കൃത്യമായി ശമ്പളം ലഭിക്കുന്നതും അവരെ ഹിസ്ബുള്ളയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഗസ യുദ്ധം ഇങ്ങനെ നീളുന്നത് ഹിസ്ബുള്ളയുടെ ആയുധശക്തിയുടെ വ്യാപ്തി കൂടാൻ സാധ്യത ഏറെയുണ്ട് എന്നാണ് IDF-ന്റെ കണ്ടെത്തൽ. തന്നെയുമല്ല, ഇറാന്റെ നിയന്ത്രണം ഹിസ്ബുള്ളയുടെ മേൽ ഉണ്ടെങ്കിൽ പോലും അതൊരു റിമോട്ട് കൺട്രോൾ പോലെയല്ല എന്നാണ് IDF പറയുന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അധികാരമുണ്ട്. ഹമാസിനും ഹൂത്തികൾക്കുമെല്ലാം അത്തരം സ്വാതന്ത്ര്യം ഇറാൻ നൽകിയിട്ടുണ്ട്. അവർക്ക് സ്വന്തമായി ഇഷ്ടമുള്ള പോലെ ചെയ്യാം, എപ്പോൾ വേണേലും കയറി ആക്രമിക്കാം. അതിനൊന്നും ഇറാന് നിയന്ത്രണങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എപ്പോഴും ഇവരിങ്ങനെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികൾ ദിവസവും വിടും ഓരോ മിസൈലുകൾ. ചില ദിവസം 3ഉം 4ഉം വിടും. ഇന്നലെയും വിട്ടിരുന്നു, മിനിഞ്ഞാന്നും വിട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ കപ്പലുകൾ ആക്രമിച്ച് ഇതെല്ലാം ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്നാൽ ഹിസ്ബുള്ളയോ ഹമാസിനെയോ അല്ലെ ഹൂത്തികളെയോ ഒന്നും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഈ ഗ്രൂപ്പുകൾക്ക് കിട്ടിയ ഒരു പ്രൊഫഷണൽ പരിശീലനത്തിന്റെ ഭാഗമാണ്. ഈ പരിശീലനം അവർക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് വളരെ വേഗം തന്നെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്നും അതിവിദഗ്ധമായ രീതിയിൽ രക്ഷപ്പെടാൻ കഴിയും. തന്നെയുമല്ല, ഈ പരിശീലനം എന്ന് പറയുന്നത് ലോകത്തെ ഏതൊരു ശക്തമായ രാജ്യത്തെ സൈനികർക്ക് കിട്ടിയതിനും തുല്യമായ ഒരു പരിശീലനമാണ്. അതിനൊപ്പം ഒരു ഗറില്ല പരിശീലനം കൂടി കിട്ടിയത് കൊണ്ടാണ് ഈ അടുത്ത നാളിൽ ജൂത സൈനികരുടെ മരണം വർദ്ധിക്കുന്നത്. പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയോ മാരകമായി പരിക്കേൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്ന രീതി ഹമാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയോഗിച്ചത് ഗറില്ല പരിശീലനത്തിന്റെ ഭാഗമാണെന്നാണ് IDF വിലയിരുത്തുന്നത്. ഇത്തരം ആക്രമണങ്ങളെ ഈ ഇസ്രായേലി സൈനികർക്ക് പെട്ടെന്നൊന്നും നേരിടാൻ കഴിയില്ല. ഇതും സൈനികരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്നലെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടത്. അത് ഇസ്രായേലി പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. പുള്ളി ധീരമായി പോരാടി ഹമാസിൽ നിന്നും രക്ഷപ്പെട്ടു. എങ്ങോട്ട്? മരണത്തിലോട്ട്. അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ നല്ല ഇടിയും കൊടുത്ത് പഞ്ചറാക്കിയതിന് ശേഷമായിരിക്കും കൊല്ലുന്നത്. അതല്ലെങ്കിൽ അതുകൂടെ പിടിച്ചു വെച്ച് വീണ്ടും വിലപേശാൻ തുടങ്ങും ഇസ്രായേലുമായിട്ട്. അതിന് ഭാഗ്യത്തിന് ഇവൻ ഹമാസിന്റെ കൈക്ക് കിട്ടിയില്ല. ഇനി വരും ദിവസങ്ങളിൽ ഈ സൈനികരെ തട്ടിക്കൊണ്ടു പോകാൻ കൂടുതൽ ശ്രമം ഒരുപക്ഷെ ഹമാസ് നടത്തിയേക്കാം. കൊല്ലുന്നതിന് വരെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇനി ഈ ബന്ധുക്കളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ അവന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ തട്ടിയെടുക്കാൻ വേണ്ടി ഹമാസ് ശ്രമിക്കുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുള്ള ഷാഹിദ് 136 പോലുള്ള ഒരുതരം ഡ്രോണ് സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സഹായത്തോടെ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലി റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അവരുടെ സൈനികരെയും അതുപോലെ സൈനിക കേന്ദ്രങ്ങളെയും എല്ലാം കണ്ടെത്താൻ കഴിയും. അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ആക്രമണം നടത്താനും കഴിയും. എന്തായാലും ഹമാസുമായി ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ഈ ജൂത സൈനിസ്റ്റുകൾക്ക് നിലവറകളിൽ നിന്നോ ബോംബ് ഷെൽട്ടറുകളിൽ നിന്നോ ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. സൗദി, UAE, ഖത്തർ, ഒമാൻ തുടങ്ങി ഇറാൻ വരെയുള്ള അറബ് രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI യുഗത്തിലേക്ക് അതിവേഗം നീങ്ങുമ്പോൾ ഇസ്രായേൽ 2 കൊല്ലമായി യാതൊരുവിധ നിക്ഷേപമോ അതല്ലെങ്കിൽ വ്യവസായമോ കൃഷിയോ ഒന്നും നടത്താൻ കഴിയാതെ യുദ്ധത്തിൽ അകപ്പെട്ട് ലോകത്ത് പിന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. അതുമാത്രമല്ല, അവർ ഇത്രയും കൊല്ലം കൊണ്ടുണ്ടാക്കിയ സകല സൗകര്യങ്ങളും അതല്ലെങ്കിൽ അവരുടെ ആധുനികത മുഴുവൻ ഈ യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇസ്രായേലിനെ സ്ഥിരമായി യുദ്ധത്തിൽ അകപ്പെടുത്തുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി വളർച്ച മുരടിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക യുദ്ധതന്ത്രത്തിലൂടെ ജൂതരെ ഇല്ലാതാക്കുക എന്ന ഒരു തന്ത്രമാണ് പ്രോക്സികൾക്ക് ആയുധങ്ങളും പണവും വാരിക്കോരി കൊടുത്തുകൊണ്ട് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യുദ്ധം തൊഴിലാക്കിയ ഇറാൻ പക്ഷക്കാർ, അതായത് ഈ പ്രോക്സികൾ, അവർ ശമ്പളം വാങ്ങി ആത്മാർത്ഥമായി ആസ്വദിച്ച് പണിയെടുക്കുമ്പോൾ ലോകത്ത് ഉത്കൃഷ്ടരും സമ്പന്നരും ശക്തരും എന്നൊക്കെ സ്വയം അഹങ്കരിച്ചിരുന്ന ജൂതർ യാതൊരു തൊഴിലുമില്ലാതെ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ കഴിയാതെ ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയാതെ സാമ്പത്തികമായ അധപ്പതനത്തിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയും കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.